നമ്മുടെ വീട്ടുമുറ്റത്തെ ഒരു കുഞ്ഞു കുളം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നില്ലേ. ഇപ്പോൾ ഏകദേശം ആ കുളത്തിൻ്റെ പണിയൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. എന്നാൽ പിന്നെ അതിൻ്റെ ഒരു വീഡിയോ ഇന്ന് അങ്ങ് ഇട്ടേക്കാമെന്ന് ഒരു ചിന്ത. അപ്പം നമുക്കതൊന്ന് കണ്ടാലോ. കുളത്തിൻ്റെ ഫുൾ പണി അമ്മയായിരുന്നു കേട്ടോ. പിന്നെ കുളത്തിലേക്കുള്ള ഈ വഴി സെറ്റ് ചെയ്തത് ഞാനുമായിരുന്നു. നമ്മുടെ വീട്ടിലെ ഈ അതിരിടുന്ന കുറ്റിക്കല്ലില്ലേ, അതായിരുന്നു ഇത് കേട്ടോ. ഇത് ഉപയോഗമില്ലാതെ കിടക്കാൻ തുടങ്ങിയിട്ട് കുറച്ചധികം നാളായിട്ടുണ്ടായിരുന്നു. ഇത് പൊട്ടിച്ചെടുത്ത് മുകളിൽ കൊണ്ടുവരാൻ കുറച്ചധികം പണി ഞാൻ ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ കല്ലൊക്കെ കെട്ടിച്ചുമ്പി മുകളിൽ കൊണ്ടുവന്നിട്ട് ബാക്കി പണി ഞാനും അമ്മയും കൂടെ അങ്ങ് തുടങ്ങി കേട്ടോ. ഈ കല്ലൊക്കെ അല്പം ഒന്ന് മണ്ണിലേക്ക് കുഴിച്ചു വെക്കണം, അപ്പോഴല്ലേ ഒരു ഭംഗിയൊക്കെ വരത്തുള്ളൂ. അല്ലെങ്കിൽ ഇതിൽ തട്ടി ആരെങ്കിലുമൊക്കെ വീഴില്ലേ. അങ്ങനെ ഇരുന്നും കിടന്നും ഒക്കെ പണിയെടുത്ത് ഞങ്ങളുടെ ആ വഴി സെറ്റാക്കിയെടുത്തേ. ഇനി ഇതിനിടയിൽ കുറച്ച് പേളിഗ്രാസോടെ വെച്ച് പിടിപ്പിക്കണമെന്നൊക്കെ ഉണ്ട്. അന്നൊരു വീഡിയോയിൽ ഞാൻ താഴെ കണ്ടത്തിൽ പോയി കുറച്ച് പറ്റുപോച്ചൊക്കെ പറിച്ചുകൊണ്ട് വന്നില്ലേ, ആ സംഭവം തന്നെ അത് ഇതിനു വേണ്ടിയാണ് ഞാൻ കൊണ്ടുവന്നത്. അങ്ങനെ അന്നത്തെ പണി കഴിഞ്ഞപ്പോഴേക്കും രാത്രിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അന്നത്തെ ജോലി നിർത്തി അടുത്ത ദിവസമാണ് ബാക്കി പണികളൊക്കെ നടത്തിയത്. വീട്ടിൽ നിന്ന് രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ച നടപ്പാതയില്ലേ, അവിടെ വന്ന് ഒന്ന് കണ്ടപ്പം എന്തോ മനസ്സിന് വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ പോലെ. അന്നാണ് പിന്നെ ഞാൻ ഗ്ലാസ് വെച്ച് പിടിപ്പിച്ച കേട്ടോ. ഒരു ടാസ്കായിരുന്നു ഒരൊറ്റം വരെ ഇതിങ്ങനെ വെച്ച് വരുന്നത്. അങ്ങനെ അതും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കുളത്തിൻ്റെ പണിയിലേക്ക് പോയത്. ഞാൻ ആദ്യമേ പറഞ്ഞില്ല, കുളത്തിൻ്റെ പരിപാടി മൊത്തം അമ്മയായിരുന്നു. അങ്ങനെ സിമെൻറ്റൊക്കെ കുഴച്ച് കുളമൊക്കെ അമ്മ തന്നെ സെറ്റ് ചെയ്ത് തന്ന്. ഞങ്ങളെല്ലാം കൂടെ കാര്യമായിട്ട് എന്തോ പണിയോടെ ചെയ്യുമ്പം ഞങ്ങൾ നോക്കാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നിൽക്കുന്നതായിരുന്നു അവൻ കേട്ടോ. അങ്ങനെ നമ്മൾ കുളത്തിൻ്റെ പണി ചെയ്ത് അന്നും രാത്രിയായിട്ടുണ്ടായിരുന്നു. കരണ്ടിയും കമ്പും ഒക്കെ വെച്ച് കുളം ഉണ്ടാക്കി അവസാനം കൈ കൊണ്ടായിപ്പോയി പരിപാടിയല്ല. അങ്ങനെ ലാസ്റ്റിൽ കൈ പൊട്ടുകയും ചെയ്തു അമ്മയുടെ. പിന്നെ 2 ദിവസം കുളത്തിനെ റെസ്റ്റ് ചെയ്യാൻ വിട്ട് നമ്മുടെ സിമെൻറ്റൊക്കെ സെറ്റായി എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ കുളത്തിൽ ലീക്ക് ഉണ്ടെന്ന് അറിയണ്ടേ, അതിന് വെള്ളവും നിറച്ചിട്ട്. അപ്പോൾ ലീക്കൊന്നും ഇല്ല കേട്ടോ, നമ്മുടെ കുളം നല്ല സെറ്റായിട്ട് കിടക്കുന്നുണ്ട്. 2 ദിവസമായിട്ട് നല്ല മഴ ആയതുകൊണ്ട് നമ്മുടെ ഓമയുടെ ഇലകളൊക്കെ അഴുകി അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഞാൻ. പിന്നെ നമ്മുടെ കുളത്തിലേക്ക് കുറച്ച് മീനയും ആമ്പലും ഒക്കെ വാങ്ങി വെക്കണം. അതിൻ്റെ വീഡിയോ ഞാൻ പുറകെ ഇടുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഈ കുളവും ഈ വഴിയൊക്കെ എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻറ്റായിട്ട് പറയാൻ മറക്കല്ലേ.